ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. അങ്ങനെ ജിമ്മിന് ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഇതേ ബാക്കി 6 മെമ്പർക്ക് ജിമ്മിന് വലിയ ഡൗട്ട്. ജിമ്മിന് നടന്ന കാര്യം പറഞ്ഞു. എനിക്ക് പിടിച്ച ഗേളിനെ കണ്ടു പിടിച്ച് ഇനി 7 മെമ്പേഴ്സ് ചെറിയ പ്രായത്തിൽ അവർ ഉറപ്പിച്ച ഒരു ഗേളിന് മരിച്ച്. അങ്ങനെ 7 പേർക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ കറങ്ങായിരുന്നു. 7 പേർ ഹീറോ ഡെയിലി സൈറ്റ് അടിക്കായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് പ്രപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയി പറയാം മോം എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് എന്നാലും ഹീറോയി വാക്ക് പറയായിരുന്നു. അതേ മോളെ എനിക്ക് ഇവന് ഇഷ്ടപ്പെട്ടില്ല എന്നെ ഹീറോയിൻ്റെ മമ്മി ഡാഡി പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ജോലിസ് ഇട്ടിട്ട് അത് ആൻറ്റീൻ്റെ മോക്ക് മാരേജാണ് പറഞ്ഞ് ആൻറ്റി അങ്കിളുടെ മോക്ക് മാരേജാണ്. ഫസ്റ്റ് മകൾക്ക് അവളുടെ മാരേജായി, സെക്കൻഡ് മോൾക്കായി ട്രേഡ് ഗേൾക്ക് മാരേജ് എന്ന് പറഞ്ഞ് അത് സീനിയറാണ് ഹീറോയി കാണാൻ വേണ്ടി പോയി. ഹായ് സീനിയർ എങ്ങനെയുണ്ട്? ഒന്നിലടി വെറുതെ എന്ന് പറയുന്നത് അങ്ങ് മോൾക്ക് മാരേജ്. എന്നാ മാരേജ് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഹീറോയി ഇറങ്ങി വെളിയിൽ വരായിരുന്നു. അപ്പോൾ വെളിയിൽ ജോസ് അതിലായിട്ട് വരുന്നത് അങ്ങനെ ആ ബോയ് ഹീറോയിനെ കിഡ്നാപ്പ് വെച്ചത് അങ്ങനെയായിട്ട് മാരേജ് കഴിക്കും അങ്ങനെയായിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഷോക്കായിരുന്നു. എന്താ ഞാൻ പറയണതെന്ന്. പിന്നെ ഹീറോയി അവിടുന്ന് തപ്പിച്ചിട്ട് എങ്ങനെ വന്നു. അങ്ങനെ പോലീസ് പിടിച്ചു. ഹീറോയി പറയുന്നു എങ്ങനെ എനിക്ക് എൻ്റെ ചേട്ടൻ മാരേജ് ആയാൽ മാത്രമേ നടക്കും എന്നെ പറയുന്നത്. ഹീറോയ്ക്ക് ഓൾറെഡി ചേട്ടനക്കും ഹീറോയ്ക്ക് മാരേജ് എങ്ങനെ അച്ഛനമ്മ ചിക്കൻ തേടായിരുന്നു. എങ്ങനെ ഇവൾക്ക് മാരേജ് ആയിരുന്നു ഇല്ല പ്രശ്നമാവും എന്നെ അമ്മ അച്ഛനും വഴക്ക് പറയായിരുന്നു. അത് കേട്ട് ഹീറോയി ചെറിയായിരുന്നു. അമ്മ അച്ഛൻ അതൊന്നും പ്രശ്നമില്ല. 7 മെമ്പേഴ്സ് ഹീറോയിൻ്റെ വീട്ടിൽ വന്നത് അച്ഛനമ്മയ്ക്ക് ഷോക്കായിരുന്നു. നിങ്ങൾ ആരാന്ന് പറയുന്നു. ഞങ്ങൾക്ക് 7 പേര് പേര് പറഞ്ഞു ഞങ്ങൾക്ക് അവളെ ഇഷ്ടമാണ് മാരേജ് കഴിച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പേര് പറഞ്ഞു അവർ ആരാണെന്നതിൽ പറയുന്നത്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും ഹീറോയിൻ്റെ ചേട്ടാ ചെക്ക് ചെയ്യുമ്പോൾ ഷോക്കായിരുന്നു. അങ്ങനെ വേറെ വഴിയില്ല ഹീറോയിൻ 7 മാരേജ് കഴിക്കണം എന്ന് ജാതകത്തിലുണ്ടായിരുന്നു. അത് അച്ഛനമ്മയ്ക്ക് ഓർമ്മ വന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അവർക്ക് ഓൾറെഡി ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നത്. ഹീറോയിന് മാരേജ് കഴിക്കാൻ പറഞ്ഞ അവനക്കും ഈ ന്യൂസ് വന്നെത്തി. അങ്ങനെ ബോഡി ഗാർഡ് അവനക്ക് അകത്ത് വരാൻ പറ്റില്ലായിരുന്നു. പേര് വിശാൽ വിശാൽക്ക് ഹീറോയി മലക്കാണ്. വിശാൽ പറയുന്നു എന്താ മാരേജ് നടക്കാൻ പാടില്ല ഞാൻ തന്നെ അവൾ മാരേജ് കഴിക്കും. വിശാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ബോഡി ഗാർഡിൽ വെച്ചാൽ വിശാൽക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ ഹീറോയി മണ്ഡപത്തിൽ വന്നിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മാരേജ് നടക്കുമെന്ന് പറഞ്ഞ് ഈ കുസു പറയാറ് ഹീറോയി നോക്കുക 7 പേരോട് ജിന്നുണ്ടായിരുന്നു. ഷോക്കായിരുന്നു. ഇവരെല്ലാം ആരാ എന്നെ ഹീറോയി കൺഫ്യൂസ്. അങ്ങനെ ഹീറോയ്ക്ക് 7 പേരെ കൂടെ മാരേജ് നടന്നു. ഹീറോയി കൺഫ്യൂസ് ആയിട്ട് 7 പേരെ കൊടുക്കുമായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് പോയിരുന്നു. അങ്ങനെ അവരും ഹീറോയും കൂടെ സംസാരിക്കാൻ ട്രൈ ചെയ്തു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഹീറോയ്ക്ക് ജിമ്മിൻ ലാംഗ്വേജ് നന്നായിട്ട് ജിമ്മിന് അവർ എന്ത് പറയുന്നത് ജിമ്മിന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറയായിരുന്നു. അങ്ങനെ റൂമ് കഴിക്കാമെന്ന് റൂമ് കഴിച്ചായിരുന്നു. ജിമ്മിന് തീർച്ചയായും ജിമ്മിന് എല്ലാവരും അവർ കൂടെ ഇരുന്ന് അങ്ങനെ റൂം കഴിച്ചു. ഹീറോയി പറഞ്ഞു വലിയ റൂമെന്ന് അവർ കൂടെ ഉറങ്ങി രാവിലായി. ഇപ്പോൾ ഒന്നും വേണ്ട ലൈഫ് സ്റ്റാർട്ട് പിന്നെ ലൈഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഹീറോയിൻ പഠിക്കാമെന്ന്. അതെ ഇപ്പോൾ സെക്കൻഡ് ഇയറൊക്കെ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത്. നീ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറാണ് ഹീറോയി പഠിക്കുന്നത്. എനിക്ക് വേണം സെക്കൻഡ് ഇയർക്ക് പഠിക്കാമെന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു ഹീറോയി ചിരിച്ചിട്ട്. ശരി ഓക്കെ എന്ന് 7 പേര് ഹീറോയി ചിരിച്ചിട്ട് പറഞ്ഞായിരുന്നു. നീ ഇവിടെ പഠിച്ചോ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെയായിട്ട് കുറച്ച് നാൾ ഇവിടെ ഇരുന്നതെന്ന് പറയായിരുന്നു. ഹീറോയി ശരി പറഞ്ഞു ശരിക്കും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 7 പേര് കൂടെ ഹീറോ ജോലിയായിട്ട് ഇരുന്നായിരുന്നു. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞു അതിനുശേഷം ഞാൻ അവിടേക്ക് വരാം കൊറിയൊക്കെ പറഞ്ഞു. ഓക്കെ ഒരു എക്സാം ഉണ്ട് ഇനി സെക്കൻഡ് ഇയർക്ക് വരാമെന്ന്. അങ്ങനെ ഹീറോയോട് നീ ഫുൾ ഇവിടെ പഠിച്ചോ പിന്നെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയാം. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് അവർ കൂടെ ജോലിയായിട്ടിരുന്നു. പിന്നെ അവർക്ക് പോകേണ്ട ടൈം വന്നായിരുന്നു. ശരി ബേബി എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് നീ വിളിച്ചോണ്ട് പോകാം ഞങ്ങൾ 7 പേര് കണ്ടിട്ട് വരും. നിനക്ക് അവിടെ ഞാൻ കോൾ സിറ്റ് ചെയ്ത് വെച്ച് വെക്കാൻ എന്നെ 7 പേര് ഇപ്പോൾ ചിറ്റി പറഞ്ഞു. ശരി ഓക്കെ എന്നെ ഹീറോയി ചിറ്റിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി കോളിൽ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 7 പേര് ഹീറോയി കൂടെ ഇരുന്നു. അവർ 7 പേരും അവർ കൊറിയൊക്കെ പോയി. അങ്ങനെ ഫ്രണ്ട് പറയുന്നു മച്ചി മാരേജ് ആയി. അതെടി അവർ പോയി എന്നെ ഹീറോയി ചിരിച്ചിട്ട് പറയുന്നു. മച്ചി നളിക്ക് പോയോ? ഇല്ലടി ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ സീറ്റ് കിട്ടും എന്ന് പറയുന്നു. അങ്ങനെയാണോ എന്നെ പറയുന്നത്. ടേസ്റ്റ് പോകാൻ തുടങ്ങി. നെക്സ്റ്റ് സെക്കൻഡ് ഇയർ എക്സാം എഴുതാൻ പോവാം. എടി ഞങ്ങൾക്ക് അതെടി കൊറിയൻ പഠിക്കുന്ന കോളേജിലേക്കാണ് പോകുമ്പോൾ അങ്ങനെ അവർ കഷ്ടപ്പെട്ട് കൊറിയൻ ലാംഗ്വേജ് പഠിച്ചു. അവർ നല്ല പഠിക്കുന്നവരാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട്സും അവരല്ല
നന്നായി കഷ്ടപ്പെട്ട് കൊറിയൻ പഠിച്ചായിരുന്നു. എങ്ങനെയായിട്ട് സെക്കൻഡ് ഇയർക്ക് എക്സാം പാസ്. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. ഡേയ്സ് പോകാൻ തുടങ്ങി. അവർക്ക് എക്സാം കഴിഞ്ഞു. അങ്ങനെ 7 പേര് വിളിക്കാൻ വരണം പോകുന്നുണ്ട്. ഹീറോയ്ക്കറി ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാം പ്ലാൻ ചെയ്ത് എന്ന് അവരോട് പറഞ്ഞു സ്വന്തമായിട്ട്. അങ്ങനെ 7 പേര് അവരുടെ കൂടെ ഫ്രണ്ട്സ് പോകും. അങ്ങനെയായിട്ട് 7 പേര് ഹീറോയിൻ്റെ ഫ്രണ്ട്സും 2 ബോയ്സിൽ 2 ഫ്രണ്ട്സും അങ്ങനെ ഗേൾസ് ഹീറോയിൻ്റെ 3 ഫ്രണ്ട്സ് അങ്ങനെയായിട്ട് അവരെല്ലാവരും ഫ്ലൈറ്റിൽ കയറിപ്പോയി. അങ്ങനെ കൊറിയയൊക്കെ പോകുന്ന ഫ്ലൈറ്റ് കൊറിയയൊക്കെ വന്ന് എത്തി. അങ്ങനെ അവർ അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ വന്നു എന്ന് വെച്ച് ആറാം പറഞ്ഞാണ്. അങ്ങനെയായിട്ട് നിങ്ങളെ വീട്ടിലൊന്ന് താമസിച്ചു എന്ന് ആറാം പറഞ്ഞായിരുന്നു. വേണ്ട ഹോട്ടലിൽ ഇവിടെ തന്നെ താമസിച്ചു എന്ന് ആറാം പറഞ്ഞാണ്. ശരി ഓക്കെ ആ ഒരു ഫ്ലാറ്റിൽ വീട്ടിലന്ന് താമസിക്കും. ബെസ്റ്റ് ഹൗസാണ്. ഞാൻ റൂമിൽ താമസിക്കാറുണ്ട്. ഞാൻ ഹീറോയിൻ കൊണ്ട് ജോലിയായിട്ട് അവർ എൻജോയ് ചെയ്യുന്നത് അത് കാണുമ്പോൾ ഹീറോമാർക്ക് ഹാപ്പിയായിരുന്നു. ഞാൻ വീട്ടുകാർ മമ്മി ഡാഡിയെല്ലാം വന്നായിരുന്നു. 7 പേരെ മമ്മി ഡാഡിയും വന്ന് അവർ സംസാരിച്ചായിരുന്നു. അവർക്ക് പിടിച്ചായിരുന്നു ഹീറോയിനെ. അങ്ങനെ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രം ഗേൾക്ക് സെറ്റായില്ലായിരുന്നു. അവരൊക്കെ ചെന്ന് അതൊന്നും നടക്കില്ല. അവർക്ക് 7 പേർക്ക് പിടിക്കണം. അങ്ങനെ അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിനെ കണ്ട് പിടിച്ചായിരുന്നു. അങ്ങനെ ഡേയ്സ് പറഞ്ഞ് കോളേജൊക്കെ ജോയിൻ ചെയ്തു. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. റാഗിങ് ഒന്നുമില്ല. ഹീറോ ആരെന്ന് അവർക്ക് കോളേജിലുള്ളവർക്കെല്ലാം അറിയുമായിരുന്നു. ഹീറോയിൻ ഫ്രണ്ട്സ് എൻ്റെ ഒരു ചെക്കനുണ്ടായിരുന്നു. ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്ത്. ഹീറോ പറഞ്ഞു എനിക്ക് മാരേജ് എനിക്ക് പോർക്ക് നടക്കുന്നത്. ഹീറോ പോയൊക്കെ പറയുന്നു സോറിപ്പാ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് നടന്നുകൊണ്ട് വരുന്നു. ബാൻചൻ ഇടിച്ചു. സോറി സർ എന്ന് പറഞ്ഞായിരുന്നു. റോസിന് ബാൻചനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റോസ് എന്താ പറയുന്നു ബാൻചൻ കേൾക്കാറുണ്ട്. റോസ് പറയാം നീ കൊറിയൻ ഗേൾ മാതിരി ഇംഗ്ലീഷ് ഗേൾ മാതിരില്ല ശരിക്കൊന്നുമില്ല. വാട്ട് ഈസ് നെയിം ഒറിജിനൽ നെയിം എന്ത് ബാങ്ചൻ കേട്ടെ അനു എന്ന് പറയുന്നു. ഓക്കെ ബാങ്ചനക്ക് അനുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കപ്പിൾസായി. പൂജനം കണ്ടിട്ട് പിടിച്ചായിരുന്നു. ഹായ് പൂജ എന്ന് പറയുന്നു. ഹായ് എന്താ പ്രശ്നമെന്ന് പറയുന്നത്. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇഷ്ടപ്പെട്ടായിരുന്നു. കീർത്തിനെ എനിക്ക് അങ്ങനെ കൊറിയൻ പോയി. അതെ അവർക്ക് എല്ലാവർക്കും പിടിച്ചായിരുന്നു. യൂൻജുനക്ക് പിടിച്ചു. യൂൻജുൻ പ്രപ്പോസ് ചെയ്തു. അങ്ങനെയായിട്ട് എല്ലാവർക്കും അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു പോയി. കുറച്ച് പറയാൻ മറന്നുപോയി. അങ്ങനെ ഹീറോ 2 ഫ്രണ്ട്സുണ്ട് പറയാൻ മറന്നുപോയി. അങ്ങനെയായിട്ട് 2 ഫ്രണ്ട്സൊക്കെ അതെ ഫ്രണ്ടിൻ്റെ പേര് അർജുനിക്ക് പാർട്ട്ണർ അവിടെ കിട്ടി. മിയ കിട്ടി. മിയന് കൊറിയൻ ഗേളാണ്. ബിസിനസ്മാൻ്റെ മകളാണ്. ആദിക്ക് ദിയ കിട്ടി. ഹാപ്പി എൻഡിങ്. അതെ ദിയ പറഞ്ഞ ഒരു ബിസിനസ്മാൻ മൂവി ഡയറക്ടറിൻ്റെ മകളാണ്. ബിസിനസ്മാൻ്റെ ഡയറക്ടർ അതുപോലെ സിംഗർ കമ്പനി മമ്മി സിംഗർ കമ്പനി വെച്ച് റൺ ചെയ്യുക. ഐഡോസ് കമ്പനി വെച്ച് റൺ ചെയ്യുക. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി ബേബീസിലുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.